കഴിഞ്ഞ ദിവസം കാര്യവട്ടം യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കണ്ട ഒരു ദൃശ്യമാണ്. അതായത് അതുവഴി വണ്ടിയിൽ വന്നപ്പോൾ പൊടുന്നനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്നു. പിണറായി വിജയന്റെ വലിയൊരു ഫ്ലെക്സ്. എന്താണ് സംഭവം എന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ദേ കണ്ടതാണ്. തളർത്താനാകില്ല പിന്നല്ലേ തകർക്കാൻ എന്ന ഡയലോഗിൽ ഒരു വലിയ ഫ്ലെക്സ് അവിടെ വെച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യത്തെ നോക്കിയേ. എന്തായാലും ആ ഒരു കാഴ്ച നമ്മൾ ഏതൊരു വ്യക്തിയെയും പിന്തുണയ്ക്കേണ്ടത് എപ്പോഴാണ്? യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വെച്ചിട്ടുള്ള ഫ്ലെക്സ് ആയിരിക്കണം. NGO യൂണിയൻ, കോൺഗ്രസ് അനുകൂല ഉദ്യോഗസ്ഥ സംഘടനയുടെ സമ്മേളനം അവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനകത്ത് നടക്കുന്ന സന്ദർഭത്തിലാണ് അതുവഴിയെ പാസ് ചെയ്ത് വരുമ്പോൾ പിണറായിയുടെ ഇത്രയും വലിയൊരു ഫ്ലെക്സ് കാര്യവട്ടം ക്യാമ്പസിന് മുന്നിൽ തന്നെ ഇടം പിടിച്ചതും. ഒരു കാര്യമുണ്ട്, വീഴ്ചയിൽ തള്ളിപ്പറയുന്നവരല്ല യഥാർത്ഥത്തിൽ ഒരു സംഘടനയോട് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കൂറുള്ളവർ. വീഴ്ചയിൽ വിമർശിക്കാം, കാര്യം എതിരഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ തള്ളിപ്പറയുക, ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നിലനിൽക്കണ്ട എന്ന രീതിയിൽ വിമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരൊന്നും യഥാർത്ഥ ഒരു സംഘടനയോട് താല്പര്യമുള്ളവരല്ല, സംഘടനയെ സ്നേഹിക്കുന്നവരെന്ന് അവർ അഭിനയിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, ഏതൊരു നേതൃത്വത്തിനും തെറ്റുകളൊക്കെ പറ്റും, മനുഷ്യരാണ് പ്രവർത്തിക്കുന്നത്. തെറ്റ് പറ്റുമ്പോൾ അതിനെ നവീകരിക്കപ്പെടുക, ആ നവീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ പിന്തുണയ്ക്കേണ്ടത് കൂടിയുണ്ട്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് കേരളത്തെ നയിച്ചത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ പരാജയത്തിന് ശേഷം ചില പിണറായി വിരുദ്ധ, ഇടതുവിരുദ്ധ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങി അവരെ എല്ലാം നിശിതമായി വിമർശിച്ചുകൊണ്ട് അവർ വേണ്ട, ഒഴിവാക്കണമെന്ന രീതിയിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഈ സംഘടനയുടെ അനുഭാവിയായിട്ട് കാണാൻ പറ്റുന്നില്ല. അതിനപ്പുറത്തേക്ക് വീഴ്ചകളിലും പിന്തുണകൾ കൊടുക്കേണ്ടതുണ്ട്. വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനം ആവശ്യം തന്നെയാണ്, അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ, രാഷ്ട്രീയ ശത്രുക്കളെല്ലാം കൂടി വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്. അതിന് ഉറച്ച പിന്തുണ കൊടുക്കുന്നതാണ് യഥാർത്ഥ സംഘടനാ സ്നേഹം, അല്ലെങ്കിൽ യഥാർത്ഥ കൂറ് എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായി കാര്യവട്ടത്തെ എംപ്ലോയീസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ചിത്രത്തിലൂടെ മനസ്സിലായ ഒരു കാര്യം. NGO യൂണിയന്റെ യോഗത്തിന് വന്നവർ കാര്യവട്ട യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ബസ് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. ഒരുപക്ഷെ പിണറായിക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചവർ, ഇന്നലകളിൽ സർവീസ് സംഘടനകളിൽ ഇരുന്ന് വിമർശിച്ചവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പഞ്ച് ഡയലോഗോടുകൂടി ഒരു ഫ്ലെക്സ് സ്ഥാപിക്കുമ്പോൾ പലർക്കുമുള്ള മറുപടി കൂടിയാണ്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ, കോൺഗ്രസ് അനുകൂല സംഘടനയിലുള്ളവർക്ക്, ഇടതനുകൂല സംഘടനയിലുള്ളവർ കൊടുത്ത ഒരു മറുപടി ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അത് മനോഹരമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ്.